തിരുവനന്തപുരം റീജിയണൽ പോസ്റ്റ് ഓഫീസിലെ ക്രിസ്മസ് കരോളിൽ ദേശഭക്തി ഗാനം ആലപിക്കണമെന്ന ആവശ്യത്തിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള CPM നീക്കം പൊളിയുന്നു. BMS നിലപാട് സ്വീകരിച്ചത് ക്രിസ്ത്യൻ വിശ്വാസിയായ യുവതിക്ക് വേണ്ടി. BMS പ്രവർത്തകയായതിനാൽ ക്വയർ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയെന്ന് രേഷ്മ മേരി ജോസിന്റെ വെളിപ്പെടുത്തൽ. ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയതിന് പിന്നാലെ രേഷ്മയെ ക്വയർ പാടിക്കില്ല എന്നായിരുന്നു ഇടത് സംഘടനയുടെ തിട്ടൂരം. വർഗീയ പ്രചാരണത്തിന് കൂട്ടുപിടിച്ച് മന്ത്രി ശിവൻകുട്ടി. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് കരോള് പാടുന്നല്ലേ, അന്നൊന്നും നമ്മൾ വർഗീയ ശക്തികളല്ലായിരുന്നല്ലോ. ഞാൻ NSPന്ന് ഇറങ്ങിയോണ്ടായിരിക്കാം അന്ന് തൊട്ട് തുടങ്ങിയാണ് ഐസൊലേഷൻ. പിന്നെ DPSC ജോയിൻ ചെയ്തതുകൊണ്ടായിരിക്കാം ഇപ്പം പൂർണ്ണമായിട്ടും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത്. അല്ല, അത് തന്നെയാണല്ലോ നമ്മൾ അവിടെ പറഞ്ഞത്. അന്ന് തന്നെ ഈ പറഞ്ഞ അവരായിട്ട് തന്നെയല്ലേ, അതായത് ഈ കരോളിന്റെ എല്ലാം ഇപ്പോഴും രേഷ്മ തന്നെയല്ലേ പ്രിപ്പറേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ അതെ, എന്നോട് കരോള് പാടണോന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഗ്രൂപ്പില് അസിസ്റ്റന്റ് സെക്രട്ടറി ആ ഗ്രൂപ്പിലായിരുന്നു തന്നെ എന്നെ ആഡ് ചെയ്തു. കൊറേ കരോൾസും പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതെല്ലാം എല്ലാരും കൊള്ളാമെന്ന് പറഞ്ഞു. നമ്മള് ലിറിക്സ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു, പ്രാക്ടീസും ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ചാർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി അവസാനമായിട്ട് പിരിഞ്ഞത്. അത് കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ എന്നെ റിമൂവ് ചെയ്തതായിട്ട് കണ്ടു ഈ അസിസ്റ്റന്റ് സെക്രട്ടറി. അപ്പൊ റീസൺ ചോദിച്ചിട്ട് കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞാണ് ആ പുള്ളിക്കാരി പോയത്. എനിക്ക് പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ആദ്യം പോട്ടെ എന്ന് വെച്ചു, പക്ഷെ എന്നിട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നിയോണ്ടാണ് ഞാൻ യൂണിയനായിട്ട് അത് ടേക്കപ്പ് ചെയ്തത്. പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, BMS പ്രവർത്തകയായി പോയി, അതുകൊണ്ടാണോ അവർക്ക് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത്? നമ്മൾ ഇത്തരത്തിൽ നേരത്തെ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് വരികയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. പ്രജിത്ത്, എന്താണ് നിലവിൽ അവർക്ക് പറയാനുള്ളത്? രാഖി, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമാകെ ഒരു വ്യാജ പ്രചരണം CPM കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതുള്ളതാണ്. അതായത് തിരുവനന്തപുരത്തെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ അങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ക്രിസ്മസ് കരോളുകൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ ദേശഭക്തി ഗാനങ്ങളും പാടുമെന്ന രീതിയിൽ BMS നിലപാടെടുത്തു. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി എന്ന് പറഞ്ഞൊരു വ്യാജ പ്രചരണം CPMന്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരടക്കം നടക്കുകയും അത് വലിയ രീതിയിൽ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത്. ഇതിന്റെ ഒരു യഥാർത്ഥ വശം എന്നുള്ളത്, ഈ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ ഒരു കരോൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിന് പദ്ധതിയിടുന്നു. അതിൽ വർഷങ്ങളായി ഈ കരോൾ ഗ്രൂപ്പിലൊക്കെ പാടിയിരുന്ന, അവിടെ കരോൾ ഗ്രൂപ്പിനൊക്കെ നേതൃത്വം നൽകുന്ന രേഷ്മ മേരി ജോസ് എന്ന് പറയുന്ന യുവതി, അവർ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് CPM സംഘടനയായിട്ടുള്ള നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് എന്ന് പറയുന്ന സംഘടന വിട്ട് BMSന്റെ അഫിലിയേറ്റഡ് യൂണിയനായിട്ടുള്ള ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയനിലേക്ക് വരികയുണ്ടായി. അതിന് പിന്നാലെ ഈ പറയുന്ന രീതിയിലൊരു കരോൾ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഈ യുവതിയെ അവിടെ നിന്ന് പുറത്താക്കുകയും BMSകാർ ഇവിടെ കരോൾ ഗാനം ആലപിക്കേണ്ടതില്ല എന്നുള്ളൊരു തിട്ടൂരം CPM നേതൃത്വം ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെയാണ് BMS രംഗത്ത് വരുന്നത്. അങ്ങനെ BMS പ്രവർത്തകയായി പോയതുകൊണ്ട് വർഷങ്ങളായി വിശ്വാസിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ യുവതി അവർ പാടി വന്നിരുന്ന കരോൾ ഗാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയാണെങ്കിൽ BMS പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. അവിടെ കരോൾ ഗാനങ്ങൾക്കൊപ്പം തന്നെ CPMകാർക്ക് ഇഷ്ടമല്ലാത്ത ദേശഭക്തി ഗാനങ്ങൾ ഞങ്ങൾ പാടും എന്ന രീതിയിലാണ് BMS ഇതിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന ഈ രേഷ്മ എന്ന് പറയുന്ന യുവതിയുടെ തുടരുക. രേഷ്മ മേരി ജോസ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി രേഷ്മ മേരി ജോസ്, ഈ CPM ഇത്തരത്തിൽ താങ്കളെ വിലക്കാനായി പറയുന്ന കാരണം BMS പ്രവർത്തകയാണ് എന്നുള്ളതാണോ? എന്താണ് അവർ താങ്കൾക്ക് മേൽ ചുമത്തുന്ന ആരോപണങ്ങൾ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാമോ? നമ്മുടെ ഓഫീസിൽ ഒരു കരോൾ ഗ്രൂപ്പ് ഫോം ചെയ്തായിരുന്നു നമ്മുടെ ക്രിസ്മസിന് കരോൾസ് പാടാനായിട്ട്. അപ്പം അത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു, അതിൽ എന്നെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പരിപാടി കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കാരണം പറയാതെ തന്നെ എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്നെ അവർ റിമൂവ് ചെയ്തു. കാരണം ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞുമില്ല. ഇതാണ് കാരണം, ഞാൻ BPF യൂണിയനിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയത്. അതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഹലോ, അതായത് അവരുടെ ആളുകൾ മാത്രം പാടിയാൽ മതി, അവരുടെ ആളുകൾ മാത്രം ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ മതി, അതാണോ CPMന്റെ നിലപാട്? അതെ അതെ, അത് തന്നെയാണ് മാഡം.
റിക്രിയേഷൻ ക്ലബ് എന്ന് പറയുന്നത് NFP യൂണിയൻ മെമ്പേഴ്സ് ആണ് മെജോറിറ്റി. അവരാണ് കൂടുതൽ. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നാണ് അറിയാൻ കഴിയും. രേഷ്മ, ഇതേക്കുറിച്ച് അവരോട് ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. നമ്മൾ സെക്രട്ടറിയോട് ചോദിച്ചിരുന്നു. അവർ ഇപ്പൊ ഇഷ്യൂ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ കാരണമല്ല കരോളൊന്നും. അത് അവരായിട്ട് എടുത്ത തീരുമാനമാണ്. റിക്രിയേഷൻ ക്ലബ്ബ് തന്നെ എടുത്ത തീരുമാനമാണ് ഈ കരോള് വേണ്ട എന്നുള്ളത്. അത് അഡ്മിനിസ്ട്രേഷനെ അറിയിച്ച പ്രകാരമാണ് അവർക്ക് അപ്രൂവൽ കൊടുത്തത് ക്യാൻസൽ ചെയ്യാൻ. നമ്മൾ കാരണമല്ല ഈ കരോൾ ഗ്രൂപ്പ് ആ സെലിബ്രേഷൻ ആക്ച്വലി ഇപ്പം നിർത്തി വെച്ചേക്കുന്നത്. എന്നെ പാടാൻ അനുവദിച്ചില്ല. നമ്മളത് അങ്ങനെ നമ്മളത് കൺഫ്രണ്ട് ചെയ്ത് ചോദിച്ചായിരുന്നു എന്താ റീസൺ എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു. എന്നിട്ടും എന്നെ അവരെ കരോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ല. അങ്ങനെയാണ് നമ്മൾ ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്ന് റിട്ടേൺ ആയിട്ട് കൊടുത്തത്. എന്നുവെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് കരോൾ പാടാനുള്ള ഒരു അവസരം തരണം. അതിന്റെ കൂടെ NFPക്ക് ഇഷ്ടപ്പെടാത്ത നമ്മൾ പേട്രിയോട്ടിക് സോങ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഈ കംപ്ലൈന്റ് റേസ് ചെയ്തപ്പോൾ എന്താണ് അവർ പറയുന്നത്? അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ രണ്ട് ഭിന്നതയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു. മീൻസ് ഓഫീസിലെ എംപ്ലോയീസ് രണ്ട് തട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ എന്നെ പാടിപ്പിക്കാൻ പറ്റില്ല അവർക്ക്. അതായത് രേഷ്മയെ കൊയറിൽ പാടിപ്പിച്ചാൽ ഈ ജീവനക്കാർ രണ്ട് തട്ടിലായി മാറും. അതാണ്, അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ന്യായീകരണമാണ് CPM നിരത്തുന്നത്, അല്ലേ? അതെ അതെ അതെ. എന്നെ പാടിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇപ്പോൾ രേഷ്മയെ ഒഴിവാക്കി അവർ മുന്നോട്ട് പോവുകയാണ്. അതെ, ഇപ്പം അല്ലേ നമ്മള് സെലിബ്രേഷൻ മൊത്തം ക്യാൻസൽ ചെയ്തല്ലോ. അതെ, അതുകൊണ്ട് ഇപ്പം അവര് നമ്മൾ കാരണമാണ് ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ സത്യം അതല്ല. അവരായിട്ട് എടുത്ത തീരുമാനമാണ് ഈ സെലിബ്രേഷൻ വേണ്ട എന്നുള്ളത്. അപ്പോഴേക്കും സംഭവം വലിയ വാർത്തയായി കഴിഞ്ഞല്ലോ. കാരണം രേഷ്മയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേർ രംഗത്ത് എത്തി. ഇതോടുകൂടി സംഗതി കൈവിട്ടു പോകുന്നു, പുലിവാലാകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ഇതൊക്കെ റദ്ദാക്കുന്ന രീതിയിലേക്ക് അവർ എത്തിച്ചതല്ലേ? അതെ, അതിപ്പോ നമ്മുടെ തലയിൽ വെച്ച് കെട്ടുന്നു എന്നേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു കാര്യം, എനിക്കും കൂടെ പാടണം. അതെന്റെ റൈറ്റ് ആണല്ലോ. ഒരു കരോൾ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല അവർക്ക്. അപ്പൊ എനിക്കും കൂടെ പങ്കെടുക്കാൻ പറ്റുന്ന എനിക്കും കൂടെ പാടാൻ ഒരു കരോളിന്റെ അവസരം തരണം. പക്ഷെ അതിന്റെ കൂടെ അവർക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടുകൾ, പേട്രിയോട്ടിക് സോങ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ശരി രേഷ്മ, ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നമുക്കിപ്പം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ അംഗം രാജേന്ദ്ര പ്രസാദ് നമുക്കിപ്പം ചേരുകയാണ്. ശ്രീ രാജേന്ദ്ര പ്രസാദ്, വലിയ വിഷയമാണ് ഈ രേഷ്മ മേരി ജോസ്. അവരൊരു BMS പ്രവർത്തകയാണ്, അല്ലെങ്കിൽ യൂണിയനിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബേസിക്കായിട്ട് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന അവകാശത്തിന്മേലാണ് CPM കൈകടത്തുന്നത്. അവർക്ക് കരോൾ ക്വയറിൽ പാടാനുള്ള ഒരു അവസരം നൽകുന്നില്ല എന്ന് മാത്രമല്ല, സംഭവം വലിയ വാർത്തയോടുകൂടി ഈ പരിപാടി റദ്ദാക്കുന്നു. പിന്നീട് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി ആ സ്ത്രീക്ക് മേൽ ചുമത്തുന്ന ഒരു വൃത്തികെട്ട ഒരു ഇടപെടലാണ് CPM-ൽ നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ശരിക്ക് പറഞ്ഞാൽ ഞങ്ങളവിടെ യൂണിയൻ, ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിയൻ അവിടെ തുടങ്ങിയത് മുതൽ ഇവരുടെ ഒരു രീതിയാണല്ലോ. അതായത് മറ്റ് യൂണിയനുകളിൽ ചേരുന്നവരെ ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക, അവരെ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്നുള്ള അവരുടെ സ്ഥിരം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ രേഷ്മയെയും ഈ പ്രോഗ്രാമിൽ നിന്ന് മാറ്റിയത്. അവര് വളരെ സജീവമായി തന്നെ ഈ കരോളിന്റെ റിഹേഴ്സലിലൊക്കെ പങ്കെടുക്കുകയും, എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവർ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവർ BPF-ന്റെ അംഗം, അല്ലെങ്കിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ അംഗമായതുകൊണ്ട് അവരെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് കംപ്ലൈന്റ് റൈസ് ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും ആ കംപ്ലൈന്റിനോട് അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ ഇവരുണ്ടെങ്കിൽ കരോള് വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ്. അങ്ങനെ ഒരു ചിഹ്നത അവിടെ നിലനിൽക്കെ കരോള് നടത്തണ്ട എന്ന് അഡ്മിനിസ്ട്രേഷന് കത്ത് കൊടുത്തത് ഈ ഇടതുപക്ഷ യൂണിയന്റെ ആൾക്കാർ തന്നെയാണ്. അവരാണ് റിക്രിയേഷൻ ക്ലബിലെ ബഹുഭൂരിപക്ഷ ആളുകളും. അവർ തന്നെ പറഞ്ഞിട്ടാണ് ഈ കരോള് അവിടെ ക്യാൻസൽ ചെയ്തത്. എന്നിട്ട് അത് നമ്മുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾ ഗണഗീതം ആലപിക്കാൻ പറഞ്ഞുവെന്നും അല്ലെങ്കിൽ ഗണപതി സ്തുതി ആലപിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുറത്തു കൊടുത്തൊരു നറേഷൻ, അല്ലെങ്കിൽ ഇപ്പോ BJPക്ക് കോർപ്പറേഷനിൽ ഭരണം കിട്ടിയത് കൊണ്ട് നമ്മളിങ്ങനെ RSS വൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ എന്നൊക്കെയുള്ള രീതിയിൽ ഈ വേറൊരു നറേഷൻ കൊടുത്തത് സമൂഹത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫില്ലിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷനിലൊക്കെ അംഗമാകുന്നത് അവരിൽ വളരെ
അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ക്രിസ്മസ് പരിപാടിയെ നമ്മളാണ് നിർത്തിച്ചത് എന്നൊക്കെ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ടാണ് അത് തന്നെയാണ് അവരുടെ ആവശ്യം എന്നുള്ളതാണ്. അത് തന്നെയാണ് അവർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അത്തരം ഈ പുറംപൂച്ചുകളൊക്കെ പൊളിച്ച് കാണിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രതിനിധി രാജേന്ദ്ര പ്രസാദാണ് നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.